അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജെസ്സി, ഞാൻ മലമ്പുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് കുറച്ച് 2-3 ദിവസമായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ വയറുവേദന ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ വെഞ്ചരിച്ച വെള്ളം കുടിച്ചു. അതിനുശേഷം പിന്നെയും വേദന മാറാതെ വന്നപ്പോൾ ഞാൻ കുരിശ് വരച്ചു. അവിടെ അച്ഛൻ പറയാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ 33 പ്രാവശ്യം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വയറുവേദന പിന്നെ അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടേ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ വീട്ടിൽ ജെറിക്കോ പ്രയർ ചൊല്ലിയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ശ്വാസമുട്ടുണ്ടായിരുന്നു, ചുമയും കുത്തിയുള്ള ചുമയായിരുന്നു. അപ്പോൾ ആ ചുമ കാരണം എനിക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ആ ചുമ വന്നിട്ട് ശ്വാസമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം എനിക്കപ്പോൾ ജെറിക്കോ പ്രയർ ചെല്ലാനായിട്ട് പറ്റിയില്ല. അപ്പോൾ മോളൊറ്റയ്ക്കാണെന്ന് ചൊല്ലിയത്. 2-3 ദിവസം ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ ഞാനും പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവളാ ചൊല്ലിയിട്ട് പിറ്റേ ദിവസം തന്നെ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് രാത്രി ഉറങ്ങാനൊക്കെ ചുമച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പിന്നെ പോയില്ല. പ്രാർത്ഥന കൊണ്ട് അതെല്ലാം ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അങ്ങനെ പോകാതിരുന്നു. അപ്പോൾ ഞാൻ അവൾ പോയി പ്രാർത്ഥിച്ച് ആദ്യത്തെ ദിവസം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം തന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ചുമയും അതേപോലെ തന്നെ ശ്വാസം മുട്ടും നല്ല കുറവായിരുന്നു, വ്യത്യാസം വന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല. പിന്നെ 7 ദിവസം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും 7 ദിവസം കൂടി അതേപോലെ തന്നെ ജെറിക്കോ പ്രയർ ചൊല്ലി. അതിന് ഫലമായിട്ട് വീട്ടിൽ പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ പ്രാണിയുടെ ശല്യം ഉണ്ടായിരുന്നു, അതും പൂർണ്ണമായിട്ടും മാറി. പിന്നെ അങ്ങനെയുള്ള പല വ്യത്യാസങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ജെറിക്കോ പ്രയർ ചൊല്ലിയതിൻ്റെ ഫലമായിട്ടുണ്ടായി. നമ്മുടെ വയറുവേദനയ്ക്ക് വരാനെങ്കിൽ 3 നേരവും കുരിശ് വരയ്ക്കുക, ജെറിക്കോ പ്രയർ നടത്തുക. വാഗ്ദാന പേടവും വഹിച്ച് ജെറിക്കോയിലേക്ക് ചെല്ലുമ്പോൾ ജെറിക്കോ കവാടം തകർന്ന് വീണ് അവർ കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. അല്ലേ?